ഗവേണൻസ് റിഫോം ആൻഡ് ദ റോഡ് അഹെഡ് ഫോർ ഇന്ത്യൻ ബിസിനസ്. ഒരുപക്ഷെ ഈ വിഷയത്തിൽ സംസാരിക്കാൻ നമുക്ക് യോഗ്യനായ ചുരുക്കം പേരേ ഉള്ളൂ. അതിലൊരാളാണ് എൻ്റെ കൂടെയുള്ളത്. നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, അത്രയധികം സുപരിചിതനായ വ്യക്തിയാണ്. മെമ്പർ ഓഫ് പാർലമെൻറ്റ്, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ, ഒപ്പം AICC ജനറൽ സെക്രട്ടറി, അങ്ങനെ ഒരുപാട് പദവികൾ വഹിക്കുന്ന വ്യക്തിയാണ്. ഒരുപക്ഷെ ഭരണത്തിനും അതുപോലെ തന്നെ ഭരണപരിഷ്കാര നടപടികൾക്കും ഒരു വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഉണ്ടാക്കാൻ അത് എത്രത്തോളം സഹായകരമാകുന്നു എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കാൻ പോവുകയാണ്. വെൽക്കം സർ. നമസ്കാരം സർ. ഒരുപാട് തിരക്കിലാണെന്ന് അറിയാം. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു, സീറ്റ് ചർച്ചകൾ, കൂടിക്കാഴ്ചകൾ, യാത്രകൾ. അതിനിടയിൽ എങ്ങനെയാണ് സർ ഈ ടൈം മാനേജ്മെന്റ്? ബിസിനസ്സിലായാലും ടൈം മാനേജ്മെന്റ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് എന്നാണല്ലോ പറയുന്നത്. കേൾക്കാൻ ക്ലാരിറ്റി. ശരി സർ, എങ്ങനെയാണ് ഈ തിരക്കുകൾക്കിടയിൽ ഈ ടൈം മാനേജ്മെന്റ് നടത്തുന്നത്? തിരക്കുകൾ രാഷ്ട്രീയത്തിൻ്റെ ഭാഗം തന്നെയാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഓരോന്നും ആത്മാർത്ഥത്തോടെ ചെയ്യുമ്പോൾ നമുക്ക് അതിനൊരു വേഗം കൂട്ടി എല്ലാ കാര്യങ്ങൾക്കും അതുകൊണ്ട് അത് എൻജോയ് ചെയ്യാണ്. നമ്മൾ ഒറ്റ കാര്യമുള്ളൂ, നമ്മുടെ ജോലിയെ നമ്മളൊന്ന് സ്നേഹിക്കുക. നമ്മുടെ ഒരു മിഷൻ എന്താണോ അതിനോട് നമ്മൾ സ്നേഹം ഉണ്ടാകും. അപ്പോൾ പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ലൈറ്റായിട്ട് പോകും. സർ, ഇന്നത്തെ ദിവസം മുഴുവൻ നമ്മൾ ബിസിനസ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എങ്ങനെ കേരളത്തെ ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റാം, എങ്ങനെ പുതിയ പുതിയ ഐഡിയാസ് കൊണ്ടുവരണം, അതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നൊക്കെയാണല്ലോ സംസാരിക്കുന്നത്. സാറിന് രണ്ട് വാക്ക് മീഡിയ വൺ ബിസിനസ് കോൺക്ലേവിനെ കുറിച്ചിട്ട്, ഇങ്ങനെയൊരു സംരംഭത്തിൽ. ഇത് കേരളം ആഗ്രഹിക്കുന്ന ഒരു മീറ്റാണ് ഇത്. നമ്മൾ കേരളത്തിലെ സത്യത്തിൽ നേരിടുന്ന അതീവ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണ്, റോഡ് അഹെഡ്, വാട്ട് ഈസ് ദ റോഡ് അഹെഡ്, എന്താണ് മുന്നിലേക്കുള്ള വഴി എന്ന് നമുക്ക് കാണിച്ചു തരത്തക്കവണ്ണം നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ചില വിഷയങ്ങളുണ്ട്. അപ്പോൾ അക്കാര്യത്തിൽ നിർണായക തീരുമാനങ്ങൾ, മേജർ പോളിസി ചേഞ്ചസ്, സ്ട്രോങ് ഡിസിഷൻസ്, ഇതൊക്കെ എല്ലാ കാലത്തേക്കാളും കൂടുതലായിട്ട് ആവശ്യമുള്ളൊരു കാലത്താണ് കേരളം നിൽക്കുന്നത്. അപ്പോൾ ആ സന്ദർഭത്തിൽ പോളിസി മേക്കേഴ്സിന്, ഡിസിഷൻ മേക്കേഴ്സിന് അവരുടെ ഐഡിയകളിലേക്ക് വെളിച്ചം വീശുന്ന ഇത്തരം സമ്മിറ്റുകൾ വളരെ സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ്. സാർ, ഇവിടെ സംസ്ഥാനത്തായാലും കേന്ദ്രത്തിലായാലും മന്ത്രിസ്ഥാനം വഹിച്ച ഒരാളാണ്. അന്നത്തെ ആ കാലവും ഇപ്പോഴത്തെ കാലവും തമ്മിൽ നോക്കുമ്പോൾ എത്രത്തോളം വ്യവസായ സൗഹൃദമായി മാറിയിട്ടുണ്ട് കേരളം? നമ്മൾ കേരളത്തെ മാത്രമല്ല രാജ്യത്തെക്കുറിച്ച് തന്നെ പറയുമ്പോൾ വ്യവസായം ഒറ്റയ്ക്ക് വരില്ല. അടിസ്ഥാനമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഒത്തിണങ്ങി വരുമ്പോഴാണ് വ്യവസായവും വരിക. ആദ്യമായിട്ട് നമുക്ക് പറ്റുന്ന ഒരു ഗുഡ് എൻവിറോൺമെൻ്റ് ഉണ്ടാവണം. നിക്ഷേപവുമായിട്ട് ഒരാളിവിടെ വരുമ്പോൾ ആ വരുന്ന നിക്ഷേപം സുരക്ഷിതമായിരിക്കുമെന്നുള്ള വിശ്വാസം അദ്ദേഹത്തിനുണ്ടാകണം. അപ്പോൾ അദ്ദേഹത്തിന് ഏത് ഇനീഷ്യേറ്റീവായാലും അത് ഉദ്യോഗസ്ഥരുടെ അനുമതി, ഗവൺമെൻറ്റിൻ്റെ അനുമതി വേണ്ട ഒരുപാട് മേഖലകളുണ്ട്. അതൊക്കെ വളഞ്ഞ വഴിയിലൂടെ കിട്ടാനല്ല, പക്ഷെ ലളിതമായിട്ട് കിട്ടാനും വേഗത്തിൽ കിട്ടാനുമുള്ള സംവിധാനം ഉണ്ടാകണം. റെറ്റാപ്പിസം ഉണ്ടാകാതിരിക്കണം. അതിനെ ഞാൻ പറയാറുണ്ട് എല്ലായിടത്തും, റെറ്റാപ്പിസം അല്ല ഇന്ന് കേരളം ആഗ്രഹിക്കുന്നത്, റെഡ് കാർപ്പറ്റാണ് നിക്ഷേപകർക്ക്. ചുവന്ന പരവതാനി നിക്ഷേപകർക്ക് വിരിച്ചു കൊടുക്കേണ്ട ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അതിന് തക്കവണ്ണമുള്ള സാഹചര്യം ഉണ്ടാക്കണം. ഈ സാഹചര്യം പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട വിഷയം നാട്ടിൻ്റെ സോഷ്യൽ സാഹചര്യങ്ങളും കൂടിയാണ്. ഒരു ഹെയ്റ്റ് നിറഞ്ഞൊരു സമൂഹത്തിലേക്ക് ബിസിനസ് എങ്ങനെ വരുമെന്ന് ചോദിക്കുന്നത് സ്വാഭാവികമായിട്ടും ചോദിച്ചു പോകുന്നത്. അപ്പം നമ്മുടെ ഒരു പൊതുവായ സോഷ്യൽ അന്തരീക്ഷവും ബിസിനസ്സിന് അനുകൂലമാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. സർ, മുൻപൊക്കെ പ്രധാനമായ ഒരു സംരംഭം തുടങ്ങണമെങ്കിൽ സർ ഈ പറഞ്ഞതുപോലെ ഒരുപാട് നടപടിക്രമങ്ങളിലൂടെ പോകണം, ഒരുപാട് സ്ഥലത്തു നിന്ന് അനുമതി കിട്ടണം. അപ്പോൾ അതൊരു ലോങ് പ്രോസസ്സാണ്. പക്ഷേ ഇപ്പോൾ സർക്കാരിൻ്റെ വലിയൊരു അവകാശവാദം എന്ന് പറയുന്നത് ഈസ് ഓഫ് ഡൂയിങ്ങിൽ കേരളം ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് എന്നാണ്. സാറിന് അങ്ങനെ തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു വലിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ ഇവിടെ? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ പാപ്പിനിശ്ശേരിയിലെ സാധനമെല്ലാം കയറിന് മുമ്പിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരുമായിരുന്നില്ലല്ലോ. എല്ലാ കാലത്തും മാറ്റം ഉണ്ടാവും. നിലനിൽക്കുന്ന അതേ സാഹചര്യത്തിലല്ലോ ഒരു സർക്കാരും മുന്നോട്ട് പോകുന്നത്. ദർ വിൽ ബി എ ചേഞ്ച് ഫോർ എവരിബഡി. അപ്പോൾ അത്
എങ്ങനെ നിക്ഷേപകർക്ക് അനുകൂലമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളത് പരിശോധിക്കപ്പെടുമ്പോൾ അത്ര പ്രോത്സാഹജനകമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. മാറ്റങ്ങളുണ്ടായിട്ടുണ്ടാകും. പക്ഷേ ഇന്നലെ ഞാനൊരു സ്റ്റാർട്ടപ്പ് സംരംഭകരുടെ ഒരു കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുകയുണ്ടായി. നല്ല ഗുഡ് ഇനിഷ്യേറ്റീവോട് വരുന്ന നല്ല എൻ്റർപ്രനേഴ്സ് ആയിട്ടുള്ള കുറേ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ കേരളത്തിൽ തന്നെ. അവരോട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് വി നീഡ് എ ഡ്രാസ്റ്റിക് പോളിസി ചേഞ്ച്. അതിന് ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നോവേറ്റീവായ ഐഡിയാസ് വരുന്നവരാണ്. സ്റ്റാർട്ടപ്പുകൾ മിക്കവാറും അങ്ങനെയല്ലേ വരുന്നത്. ആ ഐഡിയാസ് കോമ്പീറ്റ് ചെയ്യുന്ന ആരോടാണ്? ട്രഡീഷണലായിട്ടുള്ള എസ്റ്റാബ്ലിഷ്ഡ് സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളോടാണ്. അവർക്ക് വേണ്ടി മാത്രമായിട്ടൊരു കോറിഡോർ ഇല്ല. ഇപ്പം നമ്മുടെ ഇൻഫർമേഷൻ്റെ ഭാഗമായിട്ട് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരുന്ന പല സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളും നല്ല പ്രോത്സാഹനം അറിയിക്കുന്നവരാണ്. പക്ഷെ അവരുടെ ഉൽപ്പന്നങ്ങൾ, അവരുടെ പ്രോഡക്റ്റുകൾ കോമ്പീറ്റ് ചെയ്യുന്നത് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ജൈജാൻറ്റിക് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ സംരംഭങ്ങളോടാണ്. അതവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് വേണ്ടി മാത്രമായിട്ടൊരു കോറിഡോർ ഞാൻ ഫോർ എക്സാമ്പിൾ പറയുകയാണ്. ഈ രീതിയിലുള്ള നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? നമ്മൾ ഇൻഡസ്ട്രിയലൈസേഷനെ കുറിച്ച് പറയുമ്പോൾ, വ്യവസായം വരണം എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് പറയുന്നത്? എംപ്ലോയ്മെൻറ്റ് ജനറേഷന് വേണ്ടിയിട്ടാണ്. നമ്മൾ കേരളം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്, ഏറ്റവും ആവശ്യപ്പെടുന്നത് എംപ്ലോയ്മെൻറ്റാണ്. അപ്പോൾ ആ എംപ്ലോയ്മെൻറ്റ് കൊടുക്കുന്ന മേഖല ഏതായിരിക്കും? വൻ ഫാക്ടറികൾക്കൊന്നും നമുക്ക് സ്കോപ്പില്ലല്ലോ. നമുക്കുണ്ടാകേണ്ടത് നിരവധിയായിട്ടുള്ള ഇത്തരം ആയിരക്കണക്കിന് സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളിലൂടെ 3, 4, 5, 10 പേർക്ക് ജോലി കൊടുക്കുന്ന സിസ്റ്റം ഉണ്ടാക്കി കൊടുക്കാൻ ഈസിയായിട്ട്, വെറും ജോബ് സീക്കേഴ്സ് അല്ല, ജോബ് പ്രൊവൈഡേഴ്സായിട്ട് പോലും മാറാൻ നമ്മുടെ ചെറുപ്പക്കാർ കഴിയും. അതിന് ടാലൻ്റ് ഉണ്ട്, അതിന് സ്കില്ലുണ്ട്. പക്ഷേ അവർ നേരായ വഴിയിലൂടെ ഗൈഡ് ചെയ്യും, അവരെ സപ്പോർട്ടും ചെയ്യണം. ഇതിന് തക്കമുള്ള പോളിസി ചേഞ്ചാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ശരി സാർ, ഇവിടെ കേരളത്തിൽ മാത്രമല്ല ഒരുപാടടുത്ത് യാത്ര ചെയ്യുന്നവരാണ്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ആയാലും ഒരുപാട് സംസ്ഥാനത്തിന് ചുമതല കൂടിയുണ്ട് താങ്കൾക്ക്. അപ്പോൾ അവിടങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അവിടെയൊക്കെ എങ്ങനെയാണ് മാറ്റം? ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ അല്ലെങ്കിൽ ഈ വാണിജ്യപരമായി എത്രത്തോളം മുന്നോട്ട് പോകുന്നുണ്ട്? കേരളമാണോ അതിലും ബെറ്റർ? അല്ല, കേരളത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് പ്രത്യേകതകളുണ്ട്. പലരും പറയാറുണ്ട് ചീപ്പ് ലേബറാണ് ഇവിടെ. ഒരു വ്യവസായം തുടങ്ങാൻ വേണ്ടി നോക്കിയാൽ മറ്റു സംസ്ഥാനങ്ങളെക്കാൾ ചിലപ്പോൾ നല്ല പറയപ്പെടുന്നത് അത് നല്ല കാലാവസ്ഥയാണ്. ഇപ്പം ഡൽഹിയിൽ ഇരുന്നിട്ട് വ്യവസായം തുടങ്ങാൻ പോയാൽ ജീവിതം ബാക്കി ഉണ്ടാകുമെന്നിപ്പം ഞങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ അതല്ല. അവരുടെ നല്ല അറ്റ്മോസ്ഫിയർ, നല്ല ചുറ്റുപാടാണ്, നല്ല ചുറ്റുപാട്, ആളുകളുടെ മനോഭാവത്തിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അതെ. പക്ഷേ നമ്മുടെ സമീപനത്തിൽ മാറ്റം വരുത്തുന്നുണ്ടായിട്ടുണ്ട്. നമുക്കില്ലാത്ത സമീപനമാണ്. ഒരു വ്യവസായി വരുമ്പോൾ തന്നെ അവനെ സംശയത്തോടെയാണ് നോക്കുന്നത്. ഇവനെന്തോ കുഴപ്പമുണ്ടാക്കാൻ വരുന്നതാണോ, എന്തോ തിരിമറിയൊക്കെ കാണിച്ച് ആളുകളെ കൊള്ളയടിക്കാൻ. അപ്പോൾ അവൻ്റെ നെഗറ്റീവ് പ്രൊജക്റ്റ് ചെയ്യാനാണ് മിക്കവാറും ശ്രമം. അവനെതിരായ ചെറിയൊരു നെഗറ്റിവിറ്റി രാഷ്ട്രീയക്കാരും മീഡിയക്കാരും എല്ലാം അത് ആഘോഷിക്കും. അപ്പോൾ ഏത് വ്യവസായമായാലും ഏത് സംരംഭമായാലും ഒരു വലിയ റിസ്ക്കാണ് അവരും എടുക്കുന്നത്. അവരുടെ ജീവിതകാലം മുഴുവനുണ്ടായ സമ്പാദ്യം ഇത്തരമൊരു മേഖലയിലേക്ക് കൊണ്ടുവെക്കുന്നത് അവരെടുക്കുന്നത് വലിയ റിസ്ക്കാണ്. റിസ്ക് ഇല്ലാതെ ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റില്ല. അത്തരം റിസ്ക് എടുക്കുന്ന ആളുകൾ, അവർക്ക് അബദ്ധങ്ങൾ പറ്റും. ചിലപ്പോൾ അവരെ വഴികാട്ടി കൊടുക്കണം, അവരെ സപ്പോർട്ട് ചെയ്യണം. ഇത് നമ്മൾ ലാക്ക് ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ സിൻസിയറായിട്ടുള്ള വിശ്വാസം. അങ്ങനെ ഒരു ബിസിനസ് കമ്മ്യൂണിറ്റിക്ക് നല്ല സപ്പോർട്ട് കൊടുക്കുക. അങ്ങനെ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ വന്നാൽ അവർക്ക് നന്നായിട്ട് ആ ചെറുപ്പക്കാരനെ പ്രോത്സാഹിപ്പിക്കുക. എവിടെയെങ്കിലും കാലടിറി വീഴുമ്പോൾ തൊട്ട് തലോടിക്കൊണ്ട് ഡോണ്ട് വറി വി ആർ വിത്ത് യു എന്ന് പറയുന്നൊരു ഗവൺമെൻറ്റാണ് ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യം. ആയിക്കോട്ടെ സർ, പക്ഷേ ജനങ്ങളുടെ സൈഡിൽ നിന്നുകൂടി ഒരു ശ്രദ്ധ വേണ്ടേ? കാരണം ഒരു ബിസിനസ് വരുന്നു, അതിനെ സ്വാഗതം ചെയ്യേണ്ടതാണ്, വ്യവസായ സൗഹൃദമാകേണ്ടതാണ്. പക്ഷേ അതുകൊണ്ട് ജനങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ, പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നതിൽ കൂടി ഒരു ശ്രദ്ധ വേണ്ടേ? അങ്ങനെ തീർച്ചയായിട്ടും വേണം. ഏത് വികസനവും പാവപ്പെട്ടവൻ്റെ നെഞ്ചത്ത് കയറിയില്ല നടത്തേണ്ടത്. ഇവിടുത്തെ നമ്മളെ വ്യവസായത്തെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് പറയുന്നത്? ഇന്നിപ്പോൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന വ്യവസായത്തിൻ്റെ പ്രശ്നം എന്താണ്? നിക്ഷേപത്തിൻ്റെ പ്രശ്നം എടുത്താക്കിയാൽ നമ്മുടെ നാട്ടിൽ ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഏത് സംരംഭം എടുത്താലും 1-2 ആളുടെ വ്യക്തികളിലേക്ക് മാത്രം അത് പോകുന്നത്. ഇന്നിപ്പോൾ കോർപ്പറേറ്റുകൾ ചുരുങ്ങി വളരെ ഇന്ന് ഇന്ത്യയിലെ മൊത്തം
വരുമാനത്തിൻ്റെ ഏകദേശം 52% അകപ്പാടെ നമുക്ക് എണ്ണി നോക്കാം 50-ൽ താഴെ ആളുടെ കയ്യിലാണ് സമ്പത്തിൻ്റെ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടായിരിക്കരുത് നയങ്ങൾ. വ്യവസായം വരുന്നതിന് എല്ലാവിധമായിട്ടുള്ള ചുവന്ന പരവതാനി നമ്മൾ വിരിച്ചു കൊടുക്കണം. ആ വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കണം. അതോടൊപ്പം ആ വ്യവസായം സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തത്തക്കവണ്ണമുള്ള നല്ല സന്ദേശവും കൂടി കൊടുക്കേണ്ടതാവണം. ഇതാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ പാവപ്പെട്ടവനെ അന്യാധീനപ്പെടുത്തിക്കൊണ്ടായിരിക്കരുത് ഇത്തരം കാര്യങ്ങൾ വരേണ്ടത് എന്നുള്ള ചിന്തയും, അതായത് കരുതലുണ്ടാവണം എന്നുള്ളത് നല്ലതാണ്. ഇത് രണ്ടും കൂടി ബാലൻസ് ചെയ്ത് പോവുക എന്ന് പറയുന്നത് എളുപ്പമാണോ? എളുപ്പമാകില്ലല്ലോ, അതും റിസ്ക്കാണ്. എളുപ്പമാണോ എന്നല്ല ചോദ്യം. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ യാത്രയല്ലേ, ആ യാത്ര എല്ലായ്പ്പോഴും എളുപ്പമാകില്ല. എളുപ്പമല്ലെങ്കിലും നമുക്ക് നാട്ടിൽ വ്യവസായ സംരംഭങ്ങൾ വരണം, അവരെ പ്രോത്സാഹിപ്പിക്കണം. അതോടൊപ്പം നാട്ടിലെ സാധാരണക്കാരെ ജനങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റാനുള്ള ഒരു ഉപാധി അതിനെ മാറ്റാൻ പറ്റുമോ എന്ന് നോക്കുകയും വേണം. ഇത് സാധ്യമാവുന്നതാണെന്ന് നമ്മൾ പലപ്പോഴും കാണിച്ചിട്ടുണ്ട്. കേരളം അതിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം കേരളത്തിൽ നമ്മൾ വലിയ വ്യവസായങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനെക്കുറിച്ച് കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചർച്ച ചെയ്താൽ തന്നെ അതിനുണ്ട്. നമ്മുടെ നാട്ടിലെ ടൂറിസത്തിലെ ഹോം സ്റ്റേകൾ ഏതെങ്കിലും ജനത്തെ ഉപദ്രവിക്കുന്നതാണ്, അവർ സഹായിക്കുന്നതല്ലേ. അതിനൊരു ലാർജ് സ്കെയിൽ ക്ലിയർ ഇൻവെൻഷനോടുകൂടി ക്ലിയർ ഐഡിയയോടുകൂടി അതിനെ ലാർജ് സ്കെയിലിൽ എന്നതൊന്ന് മാർക്കറ്റ് ചെയ്യുമ്പോൾ മുന്നോട്ട് പോവുകയും ചെയ്താൽ അവർക്ക് നല്ല ഒരു ഗൈഡ് ലൈനും കാര്യങ്ങളും വെച്ച് മുന്നോട്ട് പോയാൽ കേരളത്തിന് അപാരമായ സ്കോപ്പുണ്ട്. അതൊരുപാട് പേർക്ക് ജോലി കൊടുക്കും. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഒരു ബാലൻസിങ് അപ്രോച്ച് നല്ലതാണ്. അപ്പോൾ എങ്ങനെയായിരിക്കണം ഒരു സർക്കാരിൻ്റെ പോളിസി മേക്കിംഗ്? വളരെ ലളിതമാണ്. സർക്കാരിൻ്റെ പോളിസി മേക്കിങ്ങിന് മുമ്പിൽ സർക്കാർ കാണേണ്ടത്, നമ്മുടെ നാട്ടിൽ നമ്മളിപ്പോൾ ജെൻസി എന്നൊക്കെ വിളിക്കുന്ന തലമുറയുണ്ടല്ലോ, അവർക്കിപ്പം പലയിടങ്ങളിലും സിസ്റ്റത്തിൽ തന്നെ വിശ്വാസം കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അവരുടെ കുഴപ്പം കൊണ്ടല്ല. സിസ്റ്റം അവർക്ക് എന്ത് കൊടുക്കുന്നു എന്നുള്ള ചോദ്യം അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ തൊഴിലില്ലായ്മ തന്നെയാണ് അവിടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വരുന്നത്. തൊഴിലില്ലായ്മ മാത്രമല്ല, ക്വാളിറ്റി ജോബില്ലാത്തത്, ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്ന ജോലിയില്ലാത്തത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം എന്താണ്? മിക്കവാറും ചെറുപ്പക്കാർ വിദേശത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീടുകളെല്ലാം കാലിയാണ്, വയസ്സായ അച്ഛനും അമ്മയും മാത്രമാണ്. അപ്പോൾ അവരെ ഇവിടെ നിർത്താനുള്ള പോളിസി, ആ ബ്രെയിൻ നമുക്ക് മാത്രമായിട്ട് ഗെയിൻ ചെയ്യാനുള്ള പോളിസി നമുക്കുണ്ടാക്കിയെടുക്കണം. അപ്പം നമ്മളെ ഭരണാധികാരികൾ 25 വർഷം മുമ്പ് ഉണ്ടാകേണ്ട കാര്യങ്ങൾ കണക്കിലെടുത്ത് അവിടത്തേക്കുള്ള വികസന സങ്കല്പങ്ങൾ കൃത്യമായിട്ട് സ്വപ്നം കണ്ട് അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള റോഡ് മാപ്പോടുകൂടി നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് പോകണം. അത്തരം ഒരു റോഡ് മാപ്പിനകത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യവസായങ്ങൾ, അത് വൻകിട ചെറുകിട വ്യവസായ സംരംഭങ്ങൾ, എല്ലാ സെക്ടറും നമുക്ക് കേരളത്തിൽ അപാരമായ സ്കോപ്പുള്ള സർവീസ് സെക്ടറിൻ്റെ നല്ല ഹെൽത്ത്, ടൂറിസം, എഡ്യൂക്കേഷൻ, ഇതൊക്കെ നന്നായിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന പൊട്ടൻഷ്യലുള്ള നാടാണ് നമ്മുടെ നാട്. അത് ഉപയോഗിക്കാനുള്ള കൃത്യമായിട്ടുള്ള വിൽ പവറുള്ള ഡിസിഷൻ ഉണ്ടാവണം. അത് ഭരണാധികാരിയുടെ മുന്നിലുള്ള ചോദ്യം വേണ്ട. 25 കൊല്ലം കഴിഞ്ഞാൽ എൻ്റെ നാട് എങ്ങനെ ഇരിക്കണം, എൻ്റെ കേരളം എങ്ങനെ ഇരിക്കണം എന്നൊരു ചിന്തയോടുകൂടി ആ ചിന്തക്കനുസരിച്ചുള്ള പോളിസി തയ്യാറാക്കണം. ഈ പോളിസി തയ്യാറാക്കുമ്പോൾ എൻ്റെ പോളിസി മാത്രമാണ് എന്ന് ധരിക്കുന്നത് പകരം ഈ പോളിസി ഇവിടെ സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ടുള്ള എല്ലാവരെയും പോളിസി എടുക്കുന്നതിന് മുമ്പ് ഇൻവോൾവ് ചെയ്യിപ്പിക്കണം. അവരുടെയും കൂടെ അഭിപ്രായങ്ങൾ ആരായണം, അവർ നേരിടുന്ന പ്രതിസന്ധികൾ മനസ്സിലാക്കണം. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു സ്ട്രോങ് പോളിസി ഉണ്ടാക്കി മുന്നോട്ട് പോയാൽ 25 വർഷം കൊണ്ട് നമുക്ക് കേരളത്തെ പൂർണ്ണമായും നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റും. അതുതന്നെയാണ് കോൺഗ്രസിൻ്റെ ഒരു വികസന കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. അങ്ങനെ തന്നെയാണ്. തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ വികസന കാഴ്ചപ്പാട്, UDFൻ്റെ വികസന കാഴ്ചപ്പാട് വളരെ വ്യക്തമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ പുതിയ തലമുറയെ നല്ല രീതിയിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് അവരാഗ്രഹിക്കുന്ന രീതിയിലേക്ക് അവർക്ക് നല്ല സംരംഭങ്ങൾ, തൊഴിൽ സംരംഭങ്ങൾ നേടിയെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. നല്ല വ്യാവസായിക അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കണം. ആ വ്യവസായ അന്തരീക്ഷത്തിലൂടെ കൂടുതൽ പേർക്ക് അവസരങ്ങൾ കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുക്കണം. സർ, ഇന്നിവിടെ എത്തിയിട്ടുള്ള എല്ലാവരും ഒന്നുകിൽ സ്വന്തമായി ബിസിനസ് സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ്, അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങണം എന്നാഗ്രഹിക്കുന്നവരും ഇവിടെ വന്നിട്ടുണ്ട്. അവർക്ക് സർ നൽകുന്ന ഉറപ്പ് എന്താണ്? ഇപ്പോൾ പറഞ്ഞത് തന്നെയാണ്. ഞാൻ പറയുന്ന ഉറപ്പ് ഇത് തന്നെയാണ്. അവരുടെ കൂടി മനസ്സിലുള്ള ആശങ്കകൾ
പ്രയാസങ്ങൾ മനസ്സിലാക്കിയെടുത്തുകൊണ്ട് അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലിയർ റോഡ് മാപ്പ് ഈ നാടിൻ്റെ വികസന സങ്കല്പങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് തന്നെ നല്ല വ്യാവസായികമായിട്ടുള്ള അടിത്തറ കെട്ടിപ്പടുക്കാൻ വേണ്ടിയുള്ളൊരു സർക്കാരായിരിക്കും ഞങ്ങൾ വന്നാൽ ഇവിടെ നടക്കാൻ പോകുന്നത്. ശരി, ഇവിടെ വ്യവസായ മന്ത്രി പി രാജീവ് അവകാശപ്പെടുന്നത് ഏതാണ്ട് 4 ലക്ഷത്തോളം പുതിയ സംരംഭങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന തരത്തിൽ പലവിധ അവകാശവാദങ്ങളുണ്ട്. ഈസ് ഓഫ് ഡൂയിങ്ങിൽ കേരളം ഒരുപാട് മുന്നോട്ട് പോയി എന്ന് പറയുന്നു. വലിയ രീതിയിലുള്ള വിദേശ നിക്ഷേപം ഇവിടേക്ക് വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത്തരം അവകാശവാദങ്ങളെ എങ്ങനെയാണ് പ്രതിപക്ഷം എന്ന നിലയിൽ നിങ്ങൾ അതിനെ വിമർശിക്കുന്നത്? കേരളത്തിലെ സാമ്പത്തിക മേഖലയുടെ വളർച്ചയും വ്യാവസായിക മുന്നേറ്റവും ആരെങ്കിലും സ്വന്തം PR എക്സസൈസ് ആക്കിയതുകൊണ്ട് കാര്യമില്ല. നമ്മുടെ പ്രസംഗങ്ങളിലൂടെയല്ല നമ്മൾ ഇത്തരം കാര്യങ്ങൾ കാണിക്കേണ്ടത്. നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കണം, നടത്തി കാണിച്ചു കൊടുക്കണം. കേരളത്തിൻ്റെ അനുഭവം എന്താണെന്ന് ഇപ്പം നമ്മൾ കേരളത്തിൻ്റെ ഒരു അറ്റം മുതൽ അങ്ങേയറ്റം വരെ യാത്ര ചെയ്താൽ മനസ്സിലാവില്ലേ? ഇന്ത്യയുടെ അനുഭവം എന്താണെന്ന് മനസ്സിലാവില്ലേ? പിന്നെ ഞാനിത് അങ്ങനെയാണെന്ന് ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ രാഷ്ട്രീയമായി വിരോധം കൊണ്ട് പറയും. പൊതുവായിട്ട് ജനങ്ങളുടെ സങ്കല്പങ്ങളൊന്നും ഞാനൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് നിരാശരാണ് അവർ. ഈ പറയുന്ന അവകാശവാദങ്ങൾക്കൊന്നും വെറും പൊള്ളയാണ്, അതിലൊന്നും എഫക്റ്റ് ഇല്ല, യാഥാർത്ഥ്യമില്ല എന്നുള്ളതാണ് ഞാൻ. ശരി, അങ്ങനെ ഒരു മാറ്റം തുടങ്ങണമെങ്കിൽ എവിടെ നിന്ന് തുടങ്ങണം? അടിസ്ഥാന സൗകര്യ വികസനത്തിൽ നിന്നാണോ തുടങ്ങേണ്ടത്? കിട്ടിയില്ല. അതായത് വ്യവസായ സൗഹൃദം കൂടുതൽ വ്യവസായ സൗഹൃദമാകണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഘടകങ്ങളുണ്ട്. എവിടെ നിന്ന് തുടങ്ങണം? അടിസ്ഥാന സൗകര്യ വികസനത്തിൽ നിന്നാണോ തുടങ്ങേണ്ടത്? അത് തീർച്ചയായിട്ടും വ്യവസായ സൗഹൃദം എന്ന ഒരു ലേബലിലേക്കല്ല പോകേണ്ടത്. അതിലേക്ക് വരത്തക്കവണ്ണമുള്ള മനോഭാവത്തിൻ്റെ മാറ്റം അത് രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ടാകണം, സർക്കാരിന് ബാധ്യമായിട്ടുണ്ടാകണം, അത് മാധ്യമങ്ങൾക്കുണ്ടാകണം, വ്യവസായം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവർക്കും അല്പസ്വല്പം ഉണ്ടാകണം. ഇതെല്ലാം കൂടി ഉണ്ടാകുന്ന അതിനെ മുൻകൈ എടുക്കേണ്ടതാണ് സർക്കാരിൻ്റെ ജോലി. ഇത്തരം ഞാൻ പറഞ്ഞ ഡിഫറൻ്റ് ആയിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ഒന്നിച്ചിരുത്തി നമ്മുടെ നാടിന് വേണ്ടുന്ന യഥാർത്ഥ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ഇച്ഛാശക്തിയോട് ചെയ്യാനുള്ള ഒരു മെഷീനറിയാണ് ഗവൺമെൻറ് ഉണ്ടാക്കേണ്ടത്. അത് തീർച്ചയായിട്ടും കേരളത്തിൽ സാധിക്കുന്ന കാര്യം തന്നെയാണ്. അടിസ്ഥാന സൗകര്യ വികസനം അടക്കമുള്ള കാര്യങ്ങളിൽ നിർണായകമായ ഒരു ജമ്പ് കേരളം ആഗ്രഹിക്കുന്നത്. അതിലേക്ക് വരണം. അതോടൊപ്പം നമ്മുടെ പരമ്പരാഗത വ്യവസായങ്ങൾ കേരളത്തിൽ ഒരു കാലത്ത് ഏറ്റവും വലിയ നേട്ടമെന്ന് നമ്മുടെ പരമ്പരാഗത വ്യവസായങ്ങൾ ഇന്ന് തകർന്ന് കിടക്കുകയാണ് കംപ്ലീറ്റ്. ലക്ഷക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന മേഖലയാണ്. അപ്പോൾ ആ മേഖലയിലേക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്ന് ആലോചിക്കണം. അതോടൊപ്പം തന്നെ സാമൂഹ്യ സ്പർശിയായിട്ടുള്ള സാമൂഹ്യ ബോധത്തിനെ വളർത്തിയെടുക്കാവുന്ന ഇടപെടലുണ്ടാവുന്ന കൊച്ചു കൊച്ചു സംരംഭങ്ങളെയും ശക്തിപ്പെടുത്തണം. ശരി സാർ, ഇപ്പോൾ ഫോറിൻ കൺട്രീസിൽ പോയി കഴിഞ്ഞാൽ ചൈന, അമേരിക്ക, ജപ്പാൻ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ അവിടേക്കുള്ള വ്യവസായങ്ങളെ ആഗോള ബ്രാൻഡാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ അവിടെയുള്ള ഭരണകൂടം അതിനുള്ള എല്ലാ തരത്തിലുള്ള പിന്തുണയും നൽകുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ അത്തരത്തിലുള്ള ഇൻ്റർനാഷണൽ ബ്രാൻഡഡ് ഉണ്ടാകുന്നതും. പക്ഷേ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ അത്തരത്തിൽ ആഗോള ബ്രാൻഡഡ് കമ്പനീസ് അതിലേക്ക് ഉയർന്നു വരുന്നത് വളരെ കുറവാണ്. ഇല്ല എന്നല്ല, അതെന്തുകൊണ്ടായിരിക്കാം? നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു പിന്തുണ, ഒരു മോട്ടിവേഷൻ അതില്ലാത്തതുകൊണ്ടായിരിക്കുമോ? രണ്ട് രീതിയിൽ കാണാം നമുക്ക്. ഒന്ന്, നമ്മുടെയൊക്കെ തന്നെ ഒരു രീതികൾ ഇത്തരമൊരു ആഗോള ബ്രാൻഡിങ്ങിൻ്റെ ഭാഗമായാൽ എങ്ങനെ ഇരിക്കുമെന്നതിനെക്കുറിച്ച് സംശയത്തോടെ നോക്കിക്കാണുന്ന ഒരു രീതിയാണ്. ഈ വൻ ഭീമന്മാർ അവരുടെ ബ്രാൻഡിങ്ങിൻ്റെ ഭാഗമായി വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് അവസരങ്ങൾ നമ്മുടെ നാട്ടിൽ തുറന്നു. ഇപ്പം ഗ്ലോബലാണ് എല്ലാം. ഇപ്പം നമുക്ക് മാത്രമായിട്ട് ചുരുങ്ങിയിട്ട് ലോകത്തെ മാറ്റിയെടുക്കാൻ പറ്റില്ല. കേരളം ഒരു തുരുത്തായിട്ട് നിർത്താൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രഗത്ഭരായിട്ടുള്ള ബിസിനസ് സംരംഭങ്ങളെ നമ്മളിലേക്ക് കൊണ്ടുവരികയും ഈ കേരളത്തെ അങ്ങനെ ആ രീതിയിലേക്ക് മാർക്കറ്റ് ചെയ്യപ്പെടുകയും ചെയ്യേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. അതിന് ഗവൺമെൻറ്റാണ് ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടത്. അത്തരം സംരംഭങ്ങൾക്ക് സിൻസിയറായിട്ടുള്ള എഫേർട്ട് എടുത്താൽ അത് കൃത്യമായിട്ടും വേണ്ട രീതിയിൽ ഗൃഹപാഠം ചെയ്ത് ഫോളോ അപ്പ് ചെയ്താൽ റിസൾട്ട് ഉണ്ടാവും. ഒറ്റപ്പെട്ടതാണെങ്കിൽ നമുക്ക് ഉണ്ടായിട്ടുണ്ട്, ഇവിടെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അത് കുറച്ചുകൂടി നമ്മൾ ആ മേഖലയിലേക്ക് അറ്റൻഷൻ കൊടുത്താൽ കൊണ്ടുവരാൻ പറ്റും. സർ, അതിനിപ്പോൾ ഇന്ത്യ US വ്യാപാര കരാർ, അതുപോലെ തന്നെ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാർ, അതൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ വാദം. എങ്ങനെയാണ് സാർ അതിനെ കാണുന്നത്? അത്തരം വാണിജ്യ വ്യാപാര കരാറുകൾ എത്രത്തോളം നമ്മളെ ഹെൽപ്പ് ചെയ്യും കേരളത്തിൽ ഉൾപ്പെടെ? കേന്ദ്ര സർക്കാർ വാദം പറയുന്നുണ്ട്. താങ്കളൊരു മാധ്യമ പ്രവർത്തകയാണല്ലോ, ആ കരാറിൻ്റെ ഡീറ്റെയിൽസ് താങ്കൾക്ക് അറിയോ?
ഒരു രാജ്യത്തെ തന്നെ ഇരുട്ടിൽ നിർത്തിയിട്ട് കരാറുണ്ടാക്കിയിട്ട് ആ കരാറിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നത് ഇന്ത്യയല്ല പറയുന്നത്, അമേരിക്കൻ പ്രസിഡൻ്റാണ് പറയുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് അവരുടെ അഗ്രികൾച്ചർ മേഖലയിൽ വൻ മുന്നേറ്റം ഉണ്ടാക്കുന്ന ഒരു കരാർ ഇന്ത്യയായിട്ട് ഒപ്പിട്ടു. അമേരിക്കൻ അഗ്രികൾച്ചർ മേഖലയ്ക്ക് ഏറ്റവും മുന്നേറ്റം ഉണ്ടാക്കുന്ന കരാർ എന്താണ്? അഗ്രികൾച്ചർ ഉൽപ്പന്നങ്ങൾ, പഴം, പച്ചക്കറികൾ ഉൾപ്പെടെയുള്ള എല്ലാം അമേരിക്കൻ വിപണിയിൽ നിന്നും നേരിട്ട് 0 ടാക്സിൽ വരെ ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഇവിടെ കൃഷിക്കാരൻ ആത്മഹത്യയില്ലാതെ വരുന്ന മാർഗം ഇതാണോ ഇന്ത്യക്ക് ഉണ്ടാകുമ്പോൾ നേട്ടം? പിന്നെ നിങ്ങൾ എണ്ണ വാങ്ങേണ്ടത് എവിടെയാണെന്ന് ഞാൻ തീരുമാനിക്കും. റഷ്യയിൽ നിന്ന് വാങ്ങാൻ പറ്റില്ല, വെനിസുലയിൽ നിന്ന് വാങ്ങണം, അല്ലെങ്കിൽ എവിടെ നിന്ന് വാങ്ങണമെന്ന് ഞാൻ തീരുമാനിക്കും. ഇതാണോ ഇന്ത്യക്ക് ഉണ്ടാകുന്ന നേട്ടം? നമ്മുടെ വ്യാപാര കരാറുകളുടെ ചരിത്രത്തിൽ 2 രാജ്യങ്ങൾ തമ്മിലുള്ള കരാറുണ്ടാകുമ്പോൾ 2 രാജ്യത്തിനും അതിൻ്റെതായിട്ടുള്ള ഗുണമുണ്ടാവും. അത് ഒരു രാജ്യത്തെ മറ്റു രാജ്യം കീഴടക്കലല്ല. ഇവിടെ കാണുന്നത്, ഐ എം സോറി ടു സേ ഇൻ ദിസ് പ്ലാറ്റ്ഫോം, ബ്ലാക്ക് മെയിൽ ചെയ്ത് ഒരു രാജ്യത്തെ കീഴടക്കുന്ന കരാറാണ് ഇൻഡോ അമേരിക്ക കരാർ. അങ്ങനെയാണ് വന്നിട്ട് ഞങ്ങൾ പാർലമെൻറ്റിൽ ചോദിച്ചു, ആ കരാർ പാർലമെൻറ്റ് ഈസ് ഇൻ സെഷൻ, പാർലമെൻറ്റ് അറിയേണ്ടതല്ലേ എന്താണ് ആ കരാറിൻ്റെ ഡീറ്റെയിൽ. സാധാരണ ഇത്തരം കരാറുകൾ വരുമ്പോൾ 2 രാജ്യങ്ങളിലെയും കൊമേഴ്സ് സെക്രട്ടറിമാർ, ഫോറിൻ സെക്രട്ടറിമാർ ഇരുന്ന് ഇത് തയ്യാറാക്കി, മാസങ്ങളെടുത്ത് തയ്യാറാക്കി, അതിനടുത്ത് ഒപ്പിട്ട് 2 രാജ്യങ്ങൾ ഒപ്പിട്ട് 2 രാജ്യത്തിലെ ഭരണാധികാരികളൊക്കെ കൂടി എത്രയോ ചിത്രങ്ങൾ നമ്മുടെ മുന്നിലേക്കുണ്ട്. ഇതൊരു ദിവസം രാത്രി നമ്മുടെ പ്രധാനമന്ത്രി ഫോൺ ചെയ്യുന്നു, മറ്റേ പ്രസിഡന്റ് ഫോൺ എടുക്കുന്നു, പ്രസിഡന്റ് അവിടെ നിന്ന് പ്രഖ്യാപിക്കുന്നു ഇന്ത്യയുമായിട്ടുള്ള കരാർ ഡീൽ ചെയ്തു. നമ്മുടെ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റ് നന്ദി പറയുന്നു. ഒരു രാജ്യത്തെ ഇരുട്ടിൽ നിർത്തുന്ന കരാറ് ഇതുപോലെ ഉണ്ടായിട്ടില്ല. വരുന്ന വിവരങ്ങൾക്കനുസരിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ കർഷകരുടെ, സാധാരണക്കാരുടെ എല്ലാ താല്പര്യങ്ങളെയും ഹനിക്കുന്ന ഒരു കരാറായിട്ടാണ് ആ കരാർ കാണാൻ പോകുന്നത്. അതിനിടയിലാണ് കേന്ദ്ര ബജറ്റും കൂടി വന്നിട്ടുള്ളത് സാർ. നമ്മുടെ കേരളത്തിന് നമ്മൾ പ്രതീക്ഷിച്ച യാതൊന്നും തന്നെ കിട്ടിയിട്ടുമില്ല. അപ്പോൾ വീണ്ടും വീണ്ടും സാമ്പത്തികമായി ഞെരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേരളം എന്നാണ് പറയുന്നത്. സോ അതിൽ നിന്ന് എങ്ങനെ നമുക്ക് മറികടക്കാൻ കഴിയും? അത് നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ ആമ ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ വന്നിട്ട് കേരളത്തെ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി മുണ്ട് കൊടുത്തുകൊണ്ട് കാര്യമില്ല. അതിലല്ലല്ലോ ഇരിക്കേണ്ടത്, നാടകങ്ങളിലല്ല, ഡ്രാമയിലല്ല. ഈ ബജറ്റ് വന്നു, ഈ ബജറ്റിൽ പറഞ്ഞ ഒരു കാര്യങ്ങളും എടുത്തു നോക്കിയാൽ ഇന്ത്യയുടെ ഭാഗമാണോ കേരളമെന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥ പോലും നമുക്കുണ്ടായി. ഇത് കേരളത്തിന് എന്തോ ഒരു ഔദാര്യമാണോ? നമ്മളൊന്നും നീതി കൊടുക്കുന്നില്ലേ? ഇന്ത്യ രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ടാക്സും ഉണ്ടല്ലോ. ഇപ്പം GST നമുക്ക് നഷ്ടമല്ല സത്യത്തിൽ ഉണ്ടാക്കിയത്. നമ്മുടെ പല നീതികളും നേരിട്ട് കേന്ദ്രം ഏറ്റെടുക്കുന്ന അവസ്ഥ വന്നില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്രേ ഉള്ളൂ, ഇതൊരു ഔദാര്യമല്ല, അത് വാങ്ങിക്കണം. അത് സെൻട്രൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ സ്റ്റേറ്റുകൾക്കോട് വിവേചനം കാണിക്കുന്ന ഒരു രീതി വളരെ അപകടകരമായ പോക്കിലേക്കാണ് പോകുന്നത്. ഇതിൻ്റെ അവസാനം എന്ന് പറയുന്നത് ഇത് ഫെഡറൽ സിസ്റ്റത്തിൻ്റെ വിശ്വാസ്യതയാണ് തകർക്കുക. ഒരു സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക നിലയെ മാത്രം തകർക്കുകയല്ല. ഇപ്പം ഇത് മാത്രമല്ല, ഗ്രാൻറ്റുകൾ, സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുന്ന ഗ്രാൻറ്റുകളെല്ലാം അവർക്ക് ഇഷ്ടമുള്ള സംസ്ഥാനങ്ങൾക്ക് ഇഷ്ടം പോലെ കൊടുക്കുക, മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കുക. ഇതിന് എതിരായിട്ടുള്ള ഒരു കൂട്ടായിട്ടുള്ള രാഷ്ട്രീയ മൂവ്മെൻറ്റ് ആവശ്യമാണെന്ന് ചിന്തിക്കാരനാണ് ഞങ്ങളെല്ലാം. ശരി, ഇനിയിപ്പോൾ ഇലക്ഷൻ ആണല്ലോ സാർ. എങ്ങനെയാണ് ഇപ്പോൾ ഒരു ഭരണ നേതൃത്വത്തിലേക്കുള്ള തിരിച്ച് വരവാണ് UDF ഉറപ്പിക്കുന്നത്? ആ രീതിയിലാണ് പ്രചാരണങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെയുള്ളവരൊക്കെ ഇവിടുത്തെ വോട്ടർമാർ കൂടിയാണ്, അതുമാത്രമല്ല ഇവരെല്ലാം ബിസിനസ്മാൻ കൂടിയാണ്. അപ്പോൾ ഒരു ഭരണ നേതൃത്വത്തിലേക്ക് വരികയാണെങ്കിൽ ശ്രീ KC വേണുഗോപാലിന് എന്താണ് ഇവരോട് പറയാനുള്ളത്? അല്ല, ഞങ്ങൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. 10 വർഷമായിട്ടൊരു സർക്കാർ ഭരിക്കുക കേരളത്തിൽ. ചെറിയ കാലയളവല്ല, സാധാരണ 5 വർഷം. ബിസിനസ്സുകാർക്ക് ഏറ്റവും വേണ്ടത് എന്തായിരുന്നു? ഒരു പോളിസി കണ്ടിന്യൂറ്റിയാണ്. ഗവൺമെൻറ്റുകളുടെ പോളിസികൾ കൃത്യമായിട്ടുള്ള ക്ലാരിറ്റിയോടെയുള്ള ബിസിനസ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ, ഇപ്പം ഇന്നലെ ഞങ്ങളോട് ഒരാൾ പറഞ്ഞു, ഇപ്പം ഗവൺമെൻറ്റിൻ്റെ പോളിസി വരും, സബ്സിഡി പോളിസിയുണ്ട്. സബ്സിഡി പ്രഖ്യാപിച്ച് ആ സബ്സിഡി കണ്ടുകൊണ്ട് തുടങ്ങുന്ന ചെറിയ വ്യവസായ സംരംഭകരുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് ആദ്യ ഗഡു ചിലപ്പോൾ ഒന്ന് കിട്ടിയെന്ന് വരും, പിന്നെ ഒന്നും കിട്ടില്ല. അതല്ല വേണ്ടത്. ഗവൺമെൻറ്റിന് കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് ഗവൺമെൻറ് സാമ്പത്തിക സ്ഥിതി കൂടി മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായ ക്ലാരിറ്റി ഉണ്ടാവണം. സബ്സിഡി ആയാലും സപ്പോർട്ടായാലും എങ്ങനെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ഏതെല്ലാം മേഖലകളിലാണ്, എങ്ങനെയാണ് ഇവരുടെ റെഡ് ടാപ്പിസം മാറ്റാൻ പറ്റുക.
ഇതിനെക്കുറിച്ചൊക്കെ തന്നെ ഒരു വ്യവസായിക്ക് ഈ ചുവപ്പ് നാടയുടെ പിന്നാലെ പോയി ജീവിതം അവസാനിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കുന്ന ഒരു സംരംഭം തുടങ്ങാൻ വന്നാൽ ഇത്ര ദിവസത്തിനുള്ളിൽ ഇപ്പം അങ്ങനെയൊക്കെ ചില ചിട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ഫലത്തിൽ അത് പ്രായോഗികമാകുന്നില്ല. ഇത്ര ദിവസത്തിനുള്ളിൽ അവർക്ക് സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ട് എല്ലാ ഫയലുകളും തയ്യാറാക്കൽ ഒരു നമ്മൾ ഏകജാലക സംവിധാനം എന്നൊക്കെ പറഞ്ഞ് എല്ലായിടും ഉണ്ടാകുള്ളൂ, പക്ഷേ ക്ലിയറായിട്ട് വൺ വിൻഡോ സിസ്റ്റം ഉണ്ടാക്കിയെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന സാഹചര്യം ഞങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളതാണ്. അക്കാര്യത്തിലൊരു പ്ലാനായി, ഓൾറെഡി ഒരു പ്ലാനായി ഉണ്ട്. കൃത്യമായിട്ടും അവർക്ക് അതിനുള്ള ഒരു വിശ്വാസം വരത്തക്കവണ്ണമുള്ള നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള നടപടിയായിരിക്കും UDF സ്വീകരിക്കുക. വ്യവസായങ്ങൾക്ക് വന്നാൽ അവർക്ക് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അവരെ സംരംഭിക്കാനും അവർക്ക് നേരായ വഴിക്ക് മുന്നോട്ട് പോകാനും. പക്ഷേ ഗവൺമെൻറ്റിന് ഇക്കാര്യത്തിൽ വേണ്ട കണ്ടീഷൻ ധരിക്കണം, നമ്മുടെ ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കാനുള്ള സാഹചര്യം അവരുണ്ടാക്കണം. UDF എത്രത്തോളം കോൺഫിഡൻ്റ് ആണ്? 100%? അത് ഞങ്ങൾ എല്ലാ പ്രാവശ്യവും പറയുന്നതാണ്, ഇനി കേരളം ഒരു മാറ്റത്തിന് വേണ്ടി നിൽക്കുകയാണ്. ഈ കേരളം ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ഒരു ഇലക്ഷനായിട്ട് ഇത് നമുക്ക് കാണാൻ ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് UDF നല്ല ഭൂരിപക്ഷത്തോടെ ആളുകളിലേക്ക് ഇറങ്ങുമ്പോഴും ആ രീതിയിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത്. അങ്ങനെയാണ്, തീർച്ചയായിട്ടും ആളുകളെല്ലാം ആ പ്രതികരണത്തോടു കൂടിയിട്ടാണ്. ഒരു ഭരണമാറ്റം അവരും ആഗ്രഹിക്കുന്നു. നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. പോകാൻ കഴിയുമ്പം അവരൊരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നു. 10 കൊല്ലം മോർ ദാൻ ഇനഫ് എന്നുള്ളത് തന്നെയാണ് അവരുടെ ചിന്ത. എന്നുവെച്ചാൽ അവരുടെ പ്രതീക്ഷകൾക്കൊന്നും അത് ഉയരാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നത് ആ മാറ്റത്തിലേക്ക് പോകാനാണ്. ഒരു ഭരണവിരുദ്ധ വികാരവും ഇല്ല എന്ന് LDF സർക്കാർ അവകാശപ്പെടുകയാണ്. ഇപ്പോഴും നേതാക്കളൊക്കെ പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷവും പറയത്തക്ക ഭരണവിരുദ്ധ വികാരമില്ല, ചിലയിടങ്ങളിൽ ചില പാളിച്ചകളുണ്ട് എന്ന് മാത്രമാണ് അവരിപ്പോഴും പറയുന്നത്. ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മൊമെൻറ്റിൽ ഉണ്ടാവുന്നതല്ല. അതൊരു ഈ കഴിഞ്ഞ 10 കൊല്ലത്തിനിടെ ഓരോ ദിവസത്തെയും പോക്കിലൂടെ ക്രമേണ ഉണ്ടാകുന്നതാണ്. ഒരു ദിവസം കൊണ്ട് മാത്രം ഒരു ഭരണവിരുദ്ധം ഉണ്ടാവില്ല, ഒരു ഇഷ്യൂവിൽ മാത്രം ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാവില്ല. ഈ സർക്കാരിൻ്റെ യാത്രയിൽ അവർ ഓരോ ദിവസവുമായിട്ട് ചെയ്തു കൂട്ടിയിട്ടുള്ള കാര്യങ്ങളും ആ കാര്യങ്ങൾ വെച്ച് ഉണ്ടായിട്ടുള്ള ഒരു ഗ്രാജുവലായി ഡെവലപ്പ് ചെയ്ത ഒന്നാണ് ഭരണവിരുദ്ധ വികാരം. അതുകൊണ്ട് അതിനെ ഒരു മെസ്മരസം കൊണ്ട് മാറ്റിമറിക്കാനൊന്നും പറ്റുമെന്ന് ആർക്കും പറ്റാറില്ല, ഇവർക്കൊട്ടും പറ്റില്ല. ശരി, എന്തായാലും എനിക്ക് തോന്നുന്നു ഒരുപാട് തിരക്കൽക്കിടയിലാണ് ശ്രീ KC വേണുഗോപാൽ സാർ ഇവിടെ വന്നത്, ഈ പാനൽ ഡിസ്കഷനിൽ പങ്കെടുത്തത്. അപ്പോൾ താങ്ക് യു സാർ, താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം. നമസ്കാരം.